ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 40 റുപ്പീസിൻ്റെ പ്ലാൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പ്ലാൻസിനും 40 റുപ്പീസാണ് വരിക. അപ്പം എല്ലാ പ്ലാൻസിനോടൊപ്പം ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പർ അയച്ചു തരിക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാൻസ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കാറുണ്ട്. അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ പ്ലാൻസ് നിങ്ങൾ കൈപ്പറ്റുക. ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും അയച്ചു തുടങ്ങുക. മൺഡേ മുതലായിരിക്കും അയക്കുക. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ കൃത്യമായിട്ട് DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. കോൺടാക്റ്റ് നമ്പറും പിൻകോഡും നിർബന്ധമാണ്. അതുപോലെ ഈ ഒരു ഓഫറിൽ മിനിമം 3 പ്ലാൻസെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ല, കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ്. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കക്കട മുല്ലയുടെ തൈകളാണ്. നല്ല തൂവെള്ള നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു മുല്ലയാണിത്. നല്ല ഭംഗിയാണ്, സീസൺ ഇല്ലാതെ പൂക്കൾ തരും. ഇതാണ് നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. രണ്ടാമത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ. ഇതിൻ്റെയും വലിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഓഫറിൽ ഈ ഒരു സൈസായിരിക്കും നമ്മൾ അയച്ചു തരിക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് വെർബീനയുടെ ഡബിൾ കളറാണ്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ചില പൂക്കളിൽ നമുക്ക് വൈറ്റ് കളർ തന്നെയായിട്ടോ അതല്ലെങ്കിൽ പിങ്ക് കളറായിട്ടോ ഒക്കെ പൂക്കൾ തരാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആരും ഡബിൾ കളർ അല്ല എന്ന് വിചാരിക്കേണ്ട. ഇതാണ് ശരിയായ പൂക്കൾ. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ഈ ഒരു സൈസായിരിക്കും. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വരിക. അടുത്തത് നാലാമത്തെ പ്ലാന്റ് മുല്ല വെറൈറ്റിയാണ്. ഇതുപോലെ നീണ്ട ഇതളുകളുള്ള പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. അഞ്ചാമത് വരുന്നതും മുല്ലയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. നമ്മുടെ കുടമുല്ലയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. എല്ലാ പ്ലാന്റ്സും നമുക്ക് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അടുത്തത് വരുന്നത് അച്ചിമിനീസ് പ്ലാന്റ്സിൻ്റെ 3 കളേഴ്സാണ്. ആറാമത്തെ പ്ലാന്റായിട്ട് വരിക ഈ കാണുന്ന കളറാണ്. ഒരു വയലറ്റും അതുപോലെ പിങ്കൂടൊക്കെ ചേർന്ന് പൂക്കളിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. അച്ചിമിനീസ് പ്ലാന്റ്സ് ഒരു സീസണൽ പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റ് നമുക്ക് ഈ ഒരു സീസൺ കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. എങ്കിലും നമ്മൾ ആ പോട്ട് മാറ്റാതിരിക്കുക. അടുത്ത ഒരു മഴക്കാലം ഒക്കെ ആവുന്ന സമയത്ത് പ്ലാന്റ് തനിയെ മുളച്ചു വരും, നിറയെ പൂക്കളും തരും. ഇതാണ് രണ്ടാമത്തെ കളർ വരിക. ഒരു ഡാർക്ക് മജന്ത കളർ എന്ന് പറയാം. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു കളറാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അച്ചിമിനീസ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വാങ്ങാവുന്നതാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മൂന്നാമത്തെ കളർ വരിക ഇതാണ്. നല്ലൊരു പീച്ച് കളർ. അച്ചിമിനീസ് പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. 40 റുപ്പീസാണ് റേറ്റ് വരിക. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അടുത്തത് 9ാമത്തെ പ്ലാന്റ് വരിക ഈ ഒരു വേരിഗേറ്റഡ് കലാത്തിയ പ്ലാന്റ് ആണ്. ഒരുപാട് സൺലൈറ്റ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് കലാത്തിയ പ്ലാന്റ്സ് എല്ലാം തന്നെ. ഇതാണ് 9ാമത്തെ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെയിലിന് ഉള്ളത്. അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ്. ഇതാണ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ്. ഇതാണ് 10ാമത്തെ പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ഒരു ഹോയ വെറൈറ്റിയാണ്. നല്ലൊരു പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന ഹോയയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അടുത്തത് വരുന്നത് ഹണിസക്കിളിൻ്റെ തൈകളാണ്. ഇതുപോലെ വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് കളറും പിന്നീട് അത് കളർ മാറി മാറി ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് കളർ മാറുന്ന ഒരു പ്ലാന്റ്. ഇത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അടുത്തത് വരുന്നത് യെല്ലോ കൂഫിയയാണ്. കുഞ്ഞു കുഞ്ഞ് യെല്ലോ കളറിലുള്ള ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കൂഫിയ. ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരിക.
അടുത്തത് വരുന്നത് നൈറ്റ് ക്യൂൻ ജാസ്മിൻ്റെ യെല്ലോയാണ്. ഇതും നമുക്ക് സ്റ്റോക്ക് കുറവാണ്. ഒരുപാട് പേര് വാങ്ങാറുള്ള ഒരു പ്ലാന്റ് ആണ് നൈറ്റ് ക്യൂൻ ജാസ്മിൻ്റെ. വൈറ്റും അതുപോലെ തന്നെ യെല്ലോ കളറും. അപ്പോൾ ഇപ്പം നമ്മൾ ഓഫറിൽ ഈ ഒരു യെല്ലോ കളറ് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. അടുത്തത് വരുന്നത് സ്നോ റോസിൻ്റെ പ്ലാന്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ തവണയും ഓഫറിൽ ഉൾപ്പെടുത്തിയ ഒരു പ്ലാന്റ് ആണ് സ്നോ റോസ്. ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയാം. ലീഫിന് ചെറുതായിട്ടൊരു വൈറ്റ് കളർ കൂടെ ഉണ്ടാവും. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. അടുത്തത് വരുന്നത് മെക്സിക്കൻ പെറ്റൂണിയയുടെ പ്ലാന്റ്സ് ആണ്. 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു പർപ്പിൾ കളറാണ്. നമുക്കിത് ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയും. 3 കളേഴ്സ് ഉള്ളത് കൊണ്ട് 3 കളറ് ഇടകലർത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഒരു കെയറും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് മെക്സിക്കൻ പെറ്റൂണിയ. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. രണ്ടാമത്തെ കളറ് വരുന്നത് പിങ്ക് ആണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേർക്ക് അയച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കളറ് വരിക വൈറ്റ് കളർ, നല്ല പ്യുവർ വൈറ്റ് കളറായിട്ട് വരുന്ന പൂക്കളാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് വരിക എക്സോറയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്. പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. എല്ലാ പ്ലാന്റ്സിലും പൂക്കളായിട്ടില്ല. ഒരു ആവറേജ് സൈസ് വരിക ഈ ഒരു സൈസ് ആയിരിക്കും. ഇതാണ് 19ാമത്തെ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്നത് ലണ്ടാന പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് കളർ വരുന്നത് യെല്ലോയാണ്. 20ാമത്തെ പ്ലാന്റ് ആണ് ഈ ഒരു ലണ്ടാനയുടെ യെല്ലോ കളർ വരിക. അടുത്തത് വരുന്നത് ലണ്ടാനയുടെ തന്നെ റെഡ് കളറാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. വിരിയുമ്പോൾ ഒരു യെല്ലോ കളറായിരിക്കും, പിന്നീട് അത് നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് മാറിക്കോളും. അടുത്തത് ലണ്ടാന വൈറ്റ് ആണ്. 22ാമത്തെ പ്ലാന്റ് ആണിത്. ലണ്ടാന വൈറ്റ് ഇതൊരു ക്രീപ്പറായിട്ടൊക്കെ പോകുന്ന ടൈപ്പ് ലണ്ടാന പ്ലാന്റ് ആണ്. യെല്ലോയും റെഡും നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ വൈറ്റും വയലറ്റും നമുക്ക് ഒരു ക്രീപ്പറായിട്ട് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ കഴിയുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതാണ് ലാസ്റ്റ് കളറ് വരിക, ലണ്ടാനയുടെ വയലറ്റ് കളറ്. അടുത്തത് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ പ്ലാന്റ്സ് ആണ്. പോത്തോസ് വെറൈറ്റിയിൽ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ഇലകൾ ഇതുപോലെ ചുരുണ്ടാണ് നിൽക്കുക. ഇതാണ് പ്ലാന്റ് വരിക. പ്ലാന്റ് സൈസ് ഈ ഒരു സൈസ് ആയിരിക്കും. അടുത്തത് വരുന്നത് കിളി ടൈപ്പ് അരേലിയ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും ലീഫ് വരിക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ നമ്മൾ 25ാമത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും. അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. നല്ല പിങ്ക് കളറിൽ നിറയെ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. കഴിഞ്ഞ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്ലാന്റ് ആണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തു. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, എങ്കിലും കുറച്ച് പേരോടൊക്കെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് പറയേണ്ടി വന്നു. ഇപ്പോഴും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. 26ാമത്തെ പ്ലാന്റ് ആണിത്. അടുത്തത് വരുന്നത് ഈ ഒരു പൈൻ ട്രീയുടെ പ്ലാന്റ് ആണ്. നല്ല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 27ാമത്തെ പ്ലാന്റ് ആണിത്. അടുത്തത് വരുന്നത് പാസിഫ്ലോറയുടെ ബ്ലൂ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു കളർ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പൂക്കൾ. അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസ് ആയിരിക്കും. അപ്പോൾ 28ാമത്തെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ്. 29ാമത്തെ പ്ലാന്റ് ആണിത്. ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ജാസ്മിൻ. നമുക്കിത് പോട്ടിലോ അതല്ലെങ്കിൽ നിലത്തോ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 29ാമത്തെ പ്ലാന്റ് ആയിട്ട് നമുക്ക് വരിക. അടുത്തത് 30ാമത്തെ പ്ലാന്റ് വരിക. സിസ്മാറ്റോഗ്ലോട്ടിസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. 30ാമത്തെ പ്ലാന്റ് ആണിത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സിൻ്റെ തൈകളാണ്. 31ാമത്തെ പ്ലാന്റ് ആണ്. ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക.
അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയുടെ ഈ ഒരു വയലറ്റ് കളറാണ്. 32ാമത്തെ പ്ലാന്റ് ആണ്. മെലസ്റ്റോമയുടെ പ്ലാന്റ് സൈസ് വരിക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. പൂക്കളൊന്നും ആയിട്ടുള്ള പ്ലാന്റ് അല്ല. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അടുത്തത് വരുന്നത് ഒരു റോസ് വെറൈറ്റിയാണ്. പെർഫ്യൂം റീസ റോസ് ആണ്. ഒരു ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു റോസാണ് പെർഫ്യൂം റീസ റോസ്. ഇതുപോലെ കൊലകളായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ കാണുന്ന ഒരു സൈസ് ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അടുത്തത് വരുന്നത് ബാംബൂ ഡ്രസീനിയ പ്ലാന്റ് ആണ്. നല്ലൊരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഒരുപാട് സൺലൈറ്റ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ കഴിയുന്ന നല്ലൊരു ഡ്രസീനിയ വെറൈറ്റിയാണിത്. അടുത്തത് വരുന്നത് ഫയർ സ്പൈക്കിൻ്റെ പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഫ്ലവർ വരിക. അടുത്തത് വരുന്നത് ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതുപോലെ മൾട്ടി കളറിൽ ലീഫ് നിൽക്കുന്ന ടൈപ്പ് ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ല. ഈ കാണുന്ന സൈസേ പ്ലാന്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് വരുന്നത് നന്ദ്യാർ വട്ടത്തിൻ്റെ വേരിഗേറ്റഡ് ആണ്. വലിയ ലീഫായിട്ട് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. പൂക്കൾ വൈറ്റ് തന്നെയാണ്. നമ്മുടെ നോർമൽ ടൈപ്പിലുണ്ടാവുന്ന പൂക്കൾ തന്നെയാണ്. മുട്ടുകളൊക്കെ ആയിട്ടുള്ള ഇതുപോലെ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. അടുത്തത് വരുന്നത് നമ്മുടെ മണിക്കൊന്നയാണ്. ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് 38ാമത്തെ പ്ലാന്റ് ആണ്. അപ്പോൾ മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അടുത്തത് വരുന്നത് മണിമുല്ലയുടെ തൈകളാണ്. ഇപ്പോൾ മണിമുല്ലയുടെ പ്ലാന്റ്സുകളൊക്കെ പൂത്തു തുടങ്ങുന്ന ഒരു സമയമാണ്. പല സ്ഥലങ്ങളിലും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ, ഈ ഒരു പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് ഉള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ് ഒന്നും അല്ല. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അടുത്ത പ്ലാന്റ് വരിക ഈ ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ഒൻസീഡിയം വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണിത്. നിറയെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസ് ആയിരിക്കും. നല്ലൊരു വിശറി പോലെ ഇതുപോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓഫറിൽ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത്. 40 പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ പ്ലാന്റ്സിൻ്റെ പേര് അയച്ചു തരിക, അതല്ലെങ്കിൽ അതോടൊപ്പം കൊടുത്തിരുന്ന നമ്പർ അയയ്ക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും പറയുന്നു, പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്യുക. പ്ലാന്റ്സ് തീർന്നു പോയി എന്ന് പറയുന്ന പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. മനഃപൂർവ്വമല്ല, പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഓഫറിലുള്ള പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പതിവായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.